എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. ഹാങ്ങിങ് ചർച്ച്, തൂങ്ങിക്കിടക്കുന്ന പള്ളി. കൈറോയിലെ തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്ന് തിരിച്ച് കച്ചവട വഴിയിലേക്ക് വന്നാൽ മുന്നോട്ട് അല്പം പോയാൽ ഇടതുവശത്ത് 1-ാം നൂറ്റാണ്ടിലെ റോമൻ കൊട്ടാരത്തിന്റെ ബാബിലോണിന്റെ കാവൽ ഗോപുരത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. ഇതിന്റെ 2ാമത്തെ കാവൽ ഗോപുരത്തിന്റെയും മതിലിന്റെയും മുകളിൽ മരപ്പലകകളിട്ട് കല്ല് പാകി അതിനു മുകളിലാണ് പള്ളി പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹാങ്ങിങ് ചർച്ച്, തൂങ്ങിക്കിടക്കുന്ന പള്ളി എന്ന് വിളിക്കുക. പള്ളി അങ്കണത്തിലേക്ക് കടന്നാൽ ഇടത്തെ ചുമരിൽ മൊസൈക്കിൽ തീർത്ത ചിത്രങ്ങളാണ്. തിരുകുടുംബം ഈജിപ്തിലേക്ക് എത്തുന്നതും ഈജിപ്തിൽ താമസിക്കുന്നതുമായ രംഗങ്ങൾ. 2ാമത്തെ ഭാഗം 10-ാം നൂറ്റാണ്ടിൽ ഇവിടെ നടന്നൊരു അത്ഭുതത്തിന്റെ ചിത്രീകരണമാണ്. ചെരുപ്പുകുത്തിയായ വിശുദ്ധ സൈമന്റെ നേതൃത്വത്തില് ക്രിസ്ത്യാനികളെ മുഴുവൻ സഹായിക്കാനായി മലയെ മാറ്റുന്ന അത്ഭുതം നടന്ന സ്ഥലം അൽ-മൊക്കത്താം. അവിടെ നിന്ന് പള്ളിയിലേക്ക് കയറണമെങ്കിൽ 29 പടികളുണ്ട്. മോണ്ടളത്തിൽ ഒരു ജലധാര. പണ്ട് പെസഹ ആചരിക്കുമ്പോൾ കാല് കഴുകാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണത്. ദേവാലയത്തിനകത്ത് 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. നടുക്കുള്ള അൾത്താര പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇടതുവശത്തുള്ളത് വിശുദ്ധ ഗീവർഗീസ്, വലതുവശത്ത് വിശുദ്ധ സ്നാപക യോഹന്നാൻ. നടുവില് തൂണുകളുടെ വലത്തെ അറ്റത്ത് ഒരു പുഷ്പക്കൂടുണ്ട്. 15 തൂണുകളാണതിന്. അതിൽ 2 തൂണുകൾ പ്രധാന തൂണിനോട് ചേർന്ന് വിശുദ്ധ മർക്കോസിനെയും വിശുദ്ധ ലൂക്കായെയും സൂചിപ്പിക്കുന്നു. തുടർന്ന് 12 തൂണുകൾ 12 അപ്പസ്തോലന്മാർ. അതിന്റെ മുമ്പിലുള്ളത് യേശു. ഈ 12 എണ്ണത്തിൽ ഒരെണ്ണം കറുത്തതാണ്, ഒറ്റുകാരനായ യൂദാസിനെ സൂചിപ്പിച്ചുകൊണ്ട്. നോഹയുടെ പെട്ടകത്തിന്റെ മാതൃകയിലാണ് ഉത്തരം തീർത്തിരിക്കുന്നത്, മരത്തിൽ തീർത്ത ഉത്തരം. ഇത് സഭാനൗകയെയും ഒപ്പം രക്ഷയെയും പ്രതിനിധാനം ചെയ്യുന്നു. വലത്തെ തൂണുകളുടെ നടുവിലുള്ള തൂണിലും വലത്തെ മൂലയിലും മാതാവിന്റെ അത്ഭുത ചിത്രമുണ്ട്. ഈ പള്ളിയുടെ ഇടത്തെ അറ്റത്ത് താഴോട്ടിറങ്ങിയാൽ, ക്രിപ്റ്റിലേക്ക് ഇറങ്ങിയാൽ തിരുക്കുടുംബം താമസിച്ചിരുന്ന ഗുഹയാണ് ബാബിലോൺ കോട്ട. ഈ കോട്ടയിലാണ് യൗസേ പിതാവ് പണിക്കാരനായി വേല ചെയ്തുകൊണ്ട് തിരുകുടുംബത്തെ പോറ്റിയിരുന്നത് എന്നാണ് വിശ്വസിക്കുക. കുടുംബത്തെ പുലർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത യൗസേ പിതാവ് അധ്വാനത്തിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്നു. കൈ നീട്ടുന്നവരാകാതെ കഠിനാധ്വാനം ചെയ്ത് ജീവിതം പുലർത്താൻ യൗസേ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴുന്നു.